സോ ഇനി ഇത് എങ്ങനെ നമുക്കൊന്ന് ഓർഡേഴ്സിലേക്ക് പോകാൻ നോക്കാം. ഞാനിവിടെ ഇത് ഇപ്പോൾ കോപ്പർ ഫ്യൂച്ചർ എടുത്തു, ജാനുവരി ഫ്യൂച്ചർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ട്? കോപ്പറിന്റെ ഫ്യൂച്ചറിന് നോക്കൂ, ഒരു ലോട്ടിന് 2,37,000 രൂപ കാണിക്കുന്നു. ഏത് ഫ്യൂച്ചറാണ്? ജാനുവരി ഫ്യൂച്ചർ. ഇതുവേ എനിക്ക് ജാനുവരി ഫ്യൂച്ചർ വേണ്ട, അപ്പോൾ കറണ്ട് മന്ത് ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ചെറിയ വേരിയേഷൻസ് എന്തായാലും പ്രൈസിൽ വരും. കോപ്പർ നവംബർ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2,34,000 രൂപ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് വേറൊരു വിഷയം. നമ്മൾ ഇക്വിറ്റിയും ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഒക്കെ ട്രേഡ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കമോഡിറ്റീസ് നമുക്ക് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ട്രേഡിങ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യണോ, നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ചെയ്യാം. നോർമലിൽ ചെയ്യണോ, നോർമലിൽ ചെയ്യാം. പിന്നെ മാർക്കറ്റ് ഓർഡേഴ്സ് ഏതൊക്കെ തരം ഓർഡേഴ്സ്? മാർക്കറ്റ്, ലിമിറ്റ്, ട്രിഗർ, സൂപ്പർ ഓർഡേഴ്സ്. ഇത്രയും രീതിയിൽ സൂപ്പർ ഓർഡർ നമുക്ക് ഈസി ആയിട്ട്, ഞാൻ സൂപ്പർ ഓർഡർ എന്താണെന്നും സൂപ്പർ ഓർഡർ എങ്ങനെ നമുക്ക് സൂപ്പർ ഓർഡേഴ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ട്രേഡിന് നിങ്ങൾക്ക് ഈവൻ ഏത് ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യാനും അത് വളരെ ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ഇനി അടുത്തറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലോട്ട് പ്ലേസ് ചെയ്യാം. ഇൻസ്റ്റന്റ്ലി ബൈ ചെയ്തെടുത്ത് നിങ്ങൾക്ക് ട്രേഡ് ബൈയോ സെല്ലോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറോ മാർക്കറ്റ് ഓർഡറോ ട്രിഗർ ഓർഡറോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കമ്മോഡിറ്റി ട്രേഡിങ്ങിന്റെ ടൈമിംഗ് ആണ്. നോർമലി നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എത്ര മണിക്കാണ്? 9:15 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും അല്ലേ? 9:15 ടു എത്ര മണി വരെ? 3:30, ഈവനിങ് 3:30 വരെയാണ് നമ്മുടെ ട്രേഡിംഗ് ഡേയിൽ നമുക്ക് നോർമൽ ട്രേഡിംഗ് ഡേ ആയിട്ട് നമുക്ക് ട്രേഡിംഗ് അവേഴ്സ് ആയിട്ട് ഉള്ളത്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.